യുവാക്കൾക്കിടയിൽ കോവിഡ് ബോധവൽക്കരണം ലക്ഷ്യമിട്ടുള്ള ദി എൻഡ് ഓഫ് റിമൈൻഡർ എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. ആരോഗ്യവകുപ്പിന്റെയും ചെങ്കള പഞ്ചായത്ത് 7ാം വാർഡ് ജാഗ്രതാ സമിതിയുടെയും സഹകരണത്തോടെയാണ് ഹ്രസ്വചിത്രം ഒരുക്കിയത്. ദിസ് ന്യൂസ് ബ്രോട്ട് ടു യു ബൈ കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. മാസ്ക് വെക്കാണ്ട് മൂക്കിൽ പഞ്ഞി വെക്കാനല്ലേ ജോറ ഈ പോക്ക്? ആദ്യം നിങ്ങൾ നേരെ വെക്കിച്ച മാസ്ക് എന്നിട്ട് ഓറ പറയും. ഇപ്പൊ എനിക്കില്ല അങ്ങനെയൊന്നുമില്ല. ഓൻക്കുണ്ട്, എനക്കുണ്ട്, നിനക്കുണ്ട്. COVID-19 ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ഫരിസ്ത ക്രിയേഷൻസിന്റെ ബാനറിൽ ചിത്രീകരിച്ച ദി എൻഡ് ഓഫ് റിമൈൻഡർ എന്ന ഹ്രസ്വചിത്രം ജില്ലാ കളക്ടർ ഡോക്ടർ ടി സജിത്ത് ബാബു റിലീസ് ചെയ്തു. നിങ്ങൾ എവിടെ പോയതാ? ഞാൻ പീടിയക്ക് കുഞ്ഞ് കരിഞ്ഞിട്ട് കഴിഞ്ഞില്ല. ഭയങ്കര കൂക്കല്, മുട്ടായി വേണാലോ. നിങ്ങൾക്ക് കോവിഡിനെ കുറിച്ചൊക്കെ അറിയില്ലേ? ഇത്രയും രൂക്ഷമായി രോഗം പടർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ പുറത്തിറങ്ങാൻ പാടുണ്ടോ? വളരെ ദയനീയമായി നിങ്ങളെപ്പോലുള്ളവർക്ക് എന്തെങ്കിലും ഈ അസുഖം വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നിങ്ങളോട് പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യവകുപ്പ് ഓരോ കാര്യങ്ങളും പറയുന്നത്. സ്നേഹത്തോടെ നിങ്ങളോട് അപേക്ഷിക്കുക, ഇനിയെങ്കിലും പുറത്തിറങ്ങുക. യുവാക്കൾക്കിടയിലെ അശ്രദ്ധയും അജാഗ്രതയും കാരണം പ്രായമായ സ്വന്തം പിതാവിന് കോവിഡ് പകർത്തുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്ന ഈ ഹ്രസ്വചിത്രം ടീം ബഹ്റൈനാണ് ചിത്രീകരിച്ചത്. ആ മാസ്ക് എങ്കിലും നേരെ ധരിക്കൂ കുട്ടി. ഇങ്ങനെ മതിയോ സാറേ? പോട്ടെ. അത് സാറെന്നെ പറഞ്ഞോളൂ സർ. സോറി ഫാദർ. ഷാഫി പൈക്ക സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രത്തിന് BC കുമാരൻ തിരക്കഥ എഴുതി. മനാഫ് പൈക്ക, ഹെൽത്ത് സൂപ്പർവൈസർ B അഷ്റഫ്, ഷാഫി ചുരിപ്പള്ളം തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെറുപ്പക്കാരുടെ വഴിവിട്ടുള്ള ജീവിതം, അതായത് മാസ്ക് ധരിക്കാതെ, സാമൂഹിക പാലിക്കാതെ, സാനിറ്റൈസർ ഉപയോഗിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വീടുകളിലുള്ള ഹൈ റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് ഇത് പകരുകയാണ്. അപ്പോൾ അതുമൂലം ശരിക്കും കോവിഡല്ല ഈ ആളുകളെ കൊല്ലുന്നത്, ഈ ചെറുപ്പക്കാർ തന്നെയാണ്. സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്ന ഒരു രീതിയാണ് ഇതിലൂടെ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. കോവിഡ് മരണങ്ങൾ കൂടിവരുന്ന ഈ കാലയളവിൽ ഈ ഫിലിം ജനങ്ങൾക്ക് സഹായകരമാവുമെന്നും ജില്ലാ കളക്ടർ പ്രത്യാശ പ്രകടിപ്പിച്ചു. യുവാക്കളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവരുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും രക്ഷിക്കണമെങ്കിൽ യുവാക്കൾ നിയന്ത്രണം പാലിച്ചേ കഴിയുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ളൊരു മെസ്സേജ് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ചെങ്കള ഗ്രാമപഞ്ചായത്തിൻ്റെ ഹെൽത്ത് ടീം ഈ ഫീച്ചർ ഫിലിം തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ നല്ല ആശയമാണ്. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ സംവിധാനവും അഭിനയവും ഒക്കെ നടന്നിട്ടുണ്ട്. എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഇത്തരം COVID-19 പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഞ്ചായത്തുകൾ ഈ മാതൃക പിന്തുടരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഷാഫി ചുരിപ്പള്ളം അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ B അഷ്റഫ്, ഹെൽത്ത് ഇൻസ്പെക്ടർ KS രാജേഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹാസിഫ്, JPHN ആശാമോൾ, ഷാഫി പൈക്ക, BC കുമാരൻ, മസൂദ് ബോവിക്കാനം, മാധവൻ നമ്പ്യാർ, പ്രിയ സിസ്റ്റർ, ഗഫൂർ ബോവിക്കാനം, രാധാകൃഷ്ണ നായക്, ഖയ്യും പൈക്ക, ഷബാബ് പൈക്ക, അറഫാത്ത് പൈക്ക തുടങ്ങിയവർ സംസാരിച്ചു. ഈ മരണത്തിന് കാരണം കോവിഡ് ആണെങ്കിലും ശരിക്കും മകൻ തന്നെയല്ലേ കൊന്നത്. ശരിയാണ് സാറേ, എല്ലാം ആ പയ്യൻ്റെ അശ്രദ്ധ തന്നെയാണ്. ഇനിയും ഇതുപോലെ എത്ര ന്യൂസ് ഡെസ്ക് KCN.